ഞാൻ ഉണ്ടാക്കുന്നത് അറബിക് സ്നാക്സായ ഫലാഫിലാണ്. ഇതെനിക്ക് ഈ റെസിപ്പി കിട്ടിയത് ഞാൻ 3 വർഷം മുന്നേ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ്. അതിന് മുന്നേ ഞാൻ ഉണ്ടാക്കിയ ഫലാഫിലൊക്കെ ഫ്ലോപ്പായിരുന്നു. ഇത് നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കൂ. ഇതിനു വേണ്ടി 2 കപ്പ് വെളുത്ത കടല, അതായത് ചിക്ക് പീസ്, ഞാൻ 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയാണ്. കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത് കഴുകി വൃത്തിയാക്കി വെള്ളം വാരാൻ വേണ്ടി ഒരു അരിപ്പയിലിട്ട് വെക്കുക. ഇതിന് വേണ്ട മറ്റു സാധനങ്ങൾ: 1 കപ്പ് പാഴ്സ്ലി ലീവ്സ്, 1/4 കപ്പ് മല്ലിയില, 3 ടേബിൾ സ്പൂണോളം പുതിന ഇല, ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തത്, 3 പച്ചമുളക്, 6-7 വെളുത്തുള്ളി, 2 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, 3-4 ടീസ്പൂൺ വെളുത്ത എള്ള്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് ഉപ്പ്. ഒരു ഫുഡ് പ്രോസസ്സർ എടുത്ത് അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന കടലയിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരയരുത്. ഏകദേശം ബ്രെഡ് ക്രംസ് പോലെയൊക്കെ ഉള്ളൊരു പാകത്തിൽ വേണം അരക്കാൻ. ഇനി ഇതിലേക്ക് തന്നെ ബാക്കിയുള്ള ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, അതുപോലെ പാഴ്സ്ലി ലീവ്സ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ലാതെ ഓപ്ഷനിലാണ്. അതിന് പകരം കൂടി അത്രയും അളവിൽ മല്ലിയില ചേർത്താൽ മതി. മല്ലിയില, പുതിന ഇല, മല്ലി, ജീരകം ഇതെല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് നേരത്തെ അരച്ചു വെച്ച കടലയിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന വെളുത്ത എള്ള്, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇവയും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇങ്ങനെ മിക്സ് ചെയ്ത ഈ കൂട്ട് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വെക്കുക. അതിനുശേഷം ഇത് നമുക്ക് വറുത്തെടുക്കാം. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ പുറത്തെടുത്തു. ഇനി ഒരു ചീനച്ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാവുമ്പോൾ അതിലേക്ക് ഈ മാവ് ഉരുളകളാക്കി പരത്തി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഇതുപോലെ വേണം പരത്തിയെടുക്കാൻ. നടുഭാഗം അല്പം വണ്ണത്തിലും സൈഡൊക്കെ ഇങ്ങനെ പരന്നിട്ടും ഇരിക്കണം. ഇനി ഇത് ഓരോന്നായി എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പുറംഭാഗം മാത്രം കരിഞ്ഞ് ഉള്ളു വേവാതെയായി പോവും. തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാ മാവും പൊരിച്ചെടുക്കാം. ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം വെന്ത് കഴിഞ്ഞാൽ. ഇതുപോലെ പ്ലേറ്റിൽ പരത്തി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. എല്ലാം ഒരുമിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. മുഴുവൻ ഫലാഫിലും ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ ഈസിയല്ലേ ഇതുണ്ടാക്കാൻ? നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. തീർച്ചയായും ഇഷ്ടപ്പെടും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.